ബംഗാളിൽ നിന്ന് മമതാ ബാനർജിയുടെ ബംഗാളിൽ നിന്ന് വളരെ സ്ഫോടനാത്മകമായ ഒരു വാർത്തയാണ് വരുന്നത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും സർവോപരി നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ഒക്കെ പാരമ്പര്യവും കാലടിപ്പാടുകളും സംസ്കാരവും ഒക്കെ പേറിയ വംഗദേശത്തിന് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് മമതാ ബാനർജി. ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്, ബംഗാളിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അവർ ആവശ്യപ്പെടുന്നത്, സുപ്രീം കോടതി ശരിവെച്ച അല്ലെങ്കിൽ സുപ്രീം കോടതി അംഗീകരിച്ച ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയെ തുരങ്കം വയ്ക്കാനാണ് മമതാ ബാനർജി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അത് അട്ടിമറിക്കാനാണ് മമതയുടെ ശ്രമം. മമത ഒരു പത്രസമ്മേളനം നടത്തി ആവശ്യപ്പെട്ടിരിക്കുന്നത് SIR, അതായത് നമ്മുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ ആകമാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, അതായത് നമ്മുടെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, ആ നടപടി നിർത്തിവെക്കണം എന്നാണ്. അത് നിർത്തിവെച്ചില്ലെങ്കിൽ ബംഗാളിൽ വലിയ കലാപമുണ്ടാകും എന്നാണ് മമത ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. മമത മുന്നറിയിപ്പ് നൽകുന്നത്, ഒരർത്ഥത്തിൽ മമത നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. ഇത് ആരെയാണ് മമത ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നത്? ബംഗാളിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? മമതയുടെ സമ്പൂർണമായ നിയന്ത്രണത്തിലും മമതയുടെ കുത്തിത്തിരിപ്പുകൾക്കും അട്ടിമറിക്കും ഒക്കെയുള്ള ഒരു സ്ഥലമാണോ ബംഗാൾ? വംഗദേശത്തിൻ്റെ പാരമ്പര്യം അതല്ല. എല്ലാ കാലത്തും ഇന്ത്യൻ ദേശീയതയ്ക്കൊപ്പം, ഭാരതീയ പൈതൃകത്തിനൊപ്പം, സനാതന ധർമ്മത്തിനൊപ്പം അടിയുറച്ചു നിന്ന പാരമ്പര്യമാണ് വംഗദേശത്തിനുള്ളത്. ആ വംഗദേശത്തെയാണ് മമത ഇന്ന് കലാപത്തിൻ്റെ കുരുതിക്കളമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചരിത്രം മറക്കാൻ സാധിക്കില്ല. 1946 ഒക്ടോബർ 10 ആ പൗർണമി ദിനത്തിൽ നവരാത്രിയുടെ ലക്ഷ്മി പൂജ നടക്കേണ്ട ദിവസം ബംഗാളിലെ നവഖാലിയിൽ, കൊൽക്കത്തയിലെ നവഖാലിയിൽ എന്താണ് നടന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ മനുഷ്യരക്തം കൊണ്ട് കുരുതി നടത്തുകയായിരുന്നു, മനുഷ്യരക്തം കൊണ്ട് അഭിഷേകം നടത്തുകയായിരുന്നു ഒരു കൂട്ടർ. അവർക്ക് തങ്ങളുടെ മതഭ്രാന്തിന് വേദിയൊരുക്കാൻ, തങ്ങൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ ഒരു സ്വതന്ത്ര മതരാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയ ഒരു കൂട്ടം ആൾക്കാർ സമാധാനകാംക്ഷികളായ ഒരു ജനതയെ വംശഹത്യയ്ക്ക് വിധേയമാക്കുന്ന കാഴ്ചയാണ് 1946 ഒക്ടോബർ 10 കൊൽക്കത്തയിലെ നവഖാലിയിൽ നമ്മൾ കണ്ടത്. ബംഗാളിനെ ആകപ്പാടെ ചോരയിൽ മുക്കിയ ഒരു വലിയ കൂട്ടക്കുരുതിയാണ് അന്നവിടെ നടന്നത്. അത് നമ്മുടെ ജനത മറന്നിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഈ സ്വതന്ത്ര ഇന്ത്യയിൽ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. തുടർന്ന് ജനാധിപത്യ സർക്കാരുകൾ മാറി മാറി ഭരിച്ചു ബംഗാൾ. ആ ബംഗാളിൽ നിന്ന് വലിയ തിരിച്ചടികൾ നമ്മൾ കണ്ടതാണ്. അവിടെ 35 വർഷത്തോളം കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്നു. ബംഗാളിനെ വ്യവസായങ്ങളുടെ ശ്മശാന ഭൂമിയാക്കി മാറ്റി. ബംഗാളിനെ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക്, പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക് ബംഗാളിനെ തള്ളിവിട്ട കമ്മ്യൂണിസ്റ്റ് ഭരണം നമ്മൾ കണ്ടതാണ്. ആ തിരിച്ചടികളെല്ലാം മറികടന്നുകൊണ്ട്, ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ബംഗാൾ ജനത ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ മമത ഈ പുതിയ തിട്ടൂരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ബംഗാളിൽ SIR നടപ്പാക്കരുത്, നടപ്പാക്കിയാൽ ബംഗാൾ കലാപം ഉണ്ടാകും, ബംഗാൾ കത്തും എന്നൊക്കെയാണ് മമത ഭീഷണിപ്പെടുത്തുന്നത്. ഇത് ആരെയാണ് മമത ഭീഷണിപ്പെടുത്തുന്നത്? നമുക്കറിയാം, ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന മൂർഷിദാബാദ്, മാൾഡ തുടങ്ങിയ ജില്ലകൾ, അതുപോലെ 24 പർഗാന തുടങ്ങിയ ജില്ലകളിലൊക്കെ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. വലിയ തോതിൽ ബംഗ്ലാദേശികളും റോഹിംഗ്യകളും ബംഗ്ലാദേശിലേക്ക് കുടിയേറുന്നു. അവർ വ്യാജ ആധാർ കാർഡുകളും വോട്ടേഴ്സ് ID കാർഡുകളും സംഘടിപ്പിക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും അവർ പടർന്നു കയറുകയാണ്. ഇങ്ങ് കൊച്ചു കേരളത്തിൽ പോലും ബംഗ്ലാദേശികളും റോഹിംഗ്യകളും നുഴഞ്ഞു കയറിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് ഈ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് എത്ര ബംഗ്ലാദേശികളെ കണ്ടെത്തി പിടികൂടി ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചയച്ചു എന്നുള്ള കണക്ക് നോക്കിയാൽ അത് മനസ്സിലാവും. അവർക്കെല്ലാവർക്കും ഈ വ്യാജ ആധാർ കാർഡും വോട്ടേഴ്സ് ID കാർഡും കിട്ടിയത് ബംഗാളിൽ നിന്നാണ്, മമത ഭരിക്കുന്ന ബംഗാളിൽ നിന്നാണ്. ആ മമതയാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത് ബംഗാൾ കത്തുമത്രേ SIR നടപ്പാക്കിയാൽ.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി നിർത്തിവെക്കണമെന്നാണ് മമത തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുന്നത്. നോക്കൂ, നമ്മുടെ സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചതാണ് SIRുമായിട്ട് മുന്നോട്ട് പോകാം, പരാതികൾ കൃത്യമായി രേഖപ്പെടുത്തണം, അന്യായമായിട്ട് ഒരാളെയും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കരുത്, കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ അവർക്ക് വോട്ടവകാശം കൊടുക്കണം. അതുപോലെ ആധാറും ഈ 11-12 മാനദണ്ഡങ്ങളുണ്ട് പൗരത്വം തെളിയിക്കാൻ. ആ പൗരത്വം തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ആധാറിനെയും കൂടെ സ്വീകരിക്കാൻ സുപ്രീം കോടതി പറഞ്ഞു. നോക്കൂ, എത്ര രമ്യമായിട്ടാണ് അല്ലെങ്കിൽ എത്ര ലളിതമായിട്ടാണ് സുപ്രീം കോടതി ഈ പ്രശ്നം പരിഹരിച്ചത്. അത്തരത്തിൽ നീതിപൂർവകമായ ഇടപെടൽ സുപ്രീം കോടതിയിൽ നിന്ന് അടക്കമുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നടപടിയെപ്പോലും സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ യാതൊരു പ്രതികൂലമായ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും സുപ്രീം കോടതി പറഞ്ഞില്ല. ഈ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഴുവൻ നടപടികളെയും ശരിവെച്ചുകൊണ്ട് തീർച്ചയായിട്ടും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സുപ്രീം കോടതി അനുമതി നൽകിയത്. ആ സുപ്രീം കോടതിയെ പോലും നാണിപ്പിക്കുന്ന, ആ സുപ്രീം കോടതിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്ന തരത്തിലാണ് മമതാ ബാനർജി ഇപ്പോൾ ഈ ഭീഷണിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നിർത്തിവെച്ചില്ലെങ്കിൽ ബംഗാൾ കത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ബംഗാൾ മാത്രമല്ല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും കലാപം വ്യാപിപ്പിക്കും എന്ന ഒരു ധ്വനി അതിനകത്തുണ്ട്. ഈ പറയുന്ന ബംഗ്ലാദേശികളും റോഹിംഗ്യകളും അനധികൃതമായി ഇന്ത്യയിലേക്ക് കുടിയേറുന്നതിന് ആരാണ് ഒത്താശ ചെയ്യുന്നതെന്ന് ഇപ്പോൾ വളരെ വ്യക്തമായി. ഈ മമതയ്ക്ക് തീർച്ചയായിട്ടും ഇക്കാര്യത്തിലൊക്കെ മറുപടി പറയേണ്ടതുണ്ട്. മമതയുടെ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. മമതയ്ക്ക് സത്യത്തിനോട് യാതൊരു മമതയുമില്ല എന്നതിൽ നിന്ന് വ്യക്തമായി. ധർമ്മത്തിനോട് യാതൊരു മമതയുമില്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു. അങ്ങനെയുള്ള മമതാ ബാനർജി ഈ കുഴപ്പങ്ങളെല്ലാം തടഞ്ഞ് അവിടെ സത്യസന്ധവും സുതാര്യവുമായി വോട്ടെടുപ്പ് നടപ്പാക്കേണ്ട ഒരു സംസ്ഥാനത്ത്, തൻ്റെ ഭരണത്തിന് കീഴിൽ നീതി ഉറപ്പാക്കേണ്ട ഒരു സംസ്ഥാനത്ത് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് ഈ പറയുന്നത് പോലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയാൽ അത് ബംഗാളിനെ കത്തിക്കുമെന്ന്. ഇത് ആരോടാണ് മമത ഈ പറയുന്നത്? നമ്മുടെ രാജ്യം ജനാധിപത്യ സംവിധാനത്തിലുള്ളൊരു രാഷ്ട്രമാണ്. ഇവിടെ ഒരു ലിഖിതമായ ഭരണഘടനയുണ്ട്. നിയമവാഴ്ചയുള്ളൊരു രാഷ്ട്രമാണ് ഭാരതം. ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി, ആദ്യത്തെ 4 പേരെ എടുത്താൽ അതിലൊരാളാണ് ഇന്ന് നമ്മുടെ ഈ മഹാരാഷ്ട്രം. അങ്ങനെയുള്ള രാഷ്ട്രത്തിനെയാണ് മമത ഈ വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നത് പോലെ ഈ ബംഗാളിൽ കലാപം നടക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മമതയുടെ ഈ വക നമ്പരൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. അതൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് ചെലവാകില്ല. തീർച്ചയായിട്ടും ഈ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ നടപടിയുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇങ്ങ് കൊച്ചു കേരളം മുതൽ കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെ, അതുപോലെ അങ്ങ് വടക്ക് കിഴക്ക് അങ്ങേ അറ്റത്തുള്ള സംസ്ഥാനം തൊട്ട് ഇങ്ങ് ഗുജറാത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന ആ താലൂക്ക് വരെ സകലമാന സ്ഥലങ്ങളിലും SIR നടപ്പാക്കിയിരിക്കും. അതിനുള്ള തൻ്റെ ഇടം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു സർക്കാർ ഈ രാജ്യത്തുണ്ട്. അതിനെ അംഗീകരിക്കുന്ന, നിയമവാഴ്ച അനുസരിച്ച് നീതിപൂർവകമായി അത് നടപ്പാക്കാൻ അനുമതി നൽകിയ ഒരു സുപ്രീം കോടതി നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് മമത മറന്നു പോകരുത്. മമതയുടെ ഇത്തരം ജൽപ്പനങ്ങൾക്കൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾ, പൗരന്മാർ യാതൊരു വിലയും കൽപ്പിക്കില്ല എന്ന് മമത തിരിച്ചറിയണം. ഇനിയെങ്കിലും ഇത്തരം ഗിമ്മിക്കുകൾ മാറ്റിവെച്ചിട്ട് നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യം ഒരുക്കുകയാണ് വേണ്ടത്. ഈ കള്ളവോട്ട്, വ്യാജ വോട്ട് ഒക്കെ ചേർത്ത് എങ്ങനെയും തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ജയിക്കാം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ചില ആൾക്കാർക്ക് ഇതിനോട് യോജിക്കാൻ സാധിക്കില്ല. അത്തരക്കാരുടെ കൂടെയാണോ മമത എന്നുള്ളത് ഈ അവസരത്തിൽ വ്യക്തമാക്കേണ്ടതാണ്. മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ ഭയപ്പെടേണ്ട.